ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നോയിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു ഗിയർ ബോക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പോയി ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദയവേദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ ഗിയർ ബോക്സിൽ ചെറിയൊരു മാറ്റം വരുത്തി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, ഞാൻ ഈ മുകളിലത്തെ പീസ് പശയിട്ടായിരുന്നു ഒട്ടിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഞാനത് ഇളക്കി 4 കോർണറിലും ഞാൻ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തു. അപ്പോൾ സ്ക്രൂ ഇടാൻ വേണ്ടി, സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ 4 കോർണറിലായിട്ട് 4 പീസ് തടി ഒട്ടിച്ചു കൊടുത്തു. ഇത് ഇതിൽ വരുന്ന ചെറിയൊരു മാറ്റമാണ്. ഇതിൻ്റെ കണക്ഷന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ജോയിസ്റ്റിക് ആണ്. ഇതിൻ്റെ നിന്നൊരു പഴയ ജോയിസ്റ്റിക് ആണ്. നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ഫുള്ള് ചെയ്യുന്നത്, അതായത് പെഡൽസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രോജക്റ്റും ഒരുമിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള അനലോഗ് ഇൻപുട്ടുള്ള ജോയിസ്റ്റിക്കുകൾ മാത്രം വാങ്ങുക. അല്ല ഗിയർ ബോക്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലുള്ള അനലോഗ് ഇൻപുട്ട് ഇല്ലാത്ത സാധാ ജോയിസ്റ്റിക്കുകൾ വാങ്ങുക. ഇത് കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു സർക്യൂട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം. പിന്നീട് ഈ സ്വിച്ചുകളിലേക്ക് ശ്രദ്ധിച്ചു നോക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഒരു സ്വിച്ചിന് സാധാ സ്വിച്ചുകളെ പോലെ തന്നെ 2 പോയിന്റ്, ലെഫ്റ്റ് സൈഡിലായിട്ട് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ മേളിലും താഴെയായിട്ട് 2 പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ കണക്ഷന് വേണ്ടിയുള്ള പോയിന്റുകളാണ്. പിന്നീട് ഈ ഒരു പോയിന്റ് എല്ലാ സ്വിച്ചുകളിലും ഒരു പോയിന്റ് കോമൺ ആയിരിക്കും. അതായത് ഒരു പോയിന്റ് എല്ലാ സ്വിച്ചുകളിലും ഒരുമിച്ചായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. ഇത് ഈ ഒരു ബോർഡിന്റെ ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൾട്ടിമീറ്റർ എടുത്ത് കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഓൺ ആക്കിയ ശേഷം ലീഡുകൾ വെച്ച് ബീപ്പ് സൗണ്ട് കേൾക്കുന്നതുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കോമൺ ഗ്രൗണ്ട് തിരിച്ചറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സർക്യൂട്ടിന്, ജോയിസ്റ്റിക്കിൻ്റെ സർക്യൂട്ടിന് അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ആ ഒരു ഗിയർ ബോക്സിന്റെ ഗിയർ ലിവറിലേക്ക് നമ്മളൊരു വയർ കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വയർ നമ്മുടെ ഈ ഒരു ജോയിസ്റ്റിക്കിന്റെ ഗ്രൗണ്ട്, ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാം. പിന്നീട് നമ്മൾ ഓരോ ഗിയർ പൊസിഷനിലേക്ക് ഓരോ വയറുകൾ, അങ്ങനെ മൊത്തം 7 വയർ നമ്മൾ കണക്ട് ചെയ്തിരുന്നു. ഇനി ആ ഓരോ വയറും നമ്മൾ നേരത്തെ കാണിച്ച ആ ഓരോ സ്വിച്ചിന്റെ ഗ്രൗണ്ട് ഒഴിച്ചുള്ള മറ്റേ, അതായത് രണ്ടാമത്തെ ആ ഒരു പിന്നിലേക്ക്, ഇതിൽ കോമൺ അല്ലാത്ത ആ ഒരു പിന്നിലേക്ക് ഈ ഓരോ വയർ നമുക്ക് അങ്ങനെ 7 സ്വിച്ചുകളായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ സ്വിച്ചിൽ കണക്ട് ചെയ്യരുത്, റൈറ്റ് സൈഡിലെ സ്വിച്ചിലും പിന്നെ ടോപ്പ് സൈഡ് 2 സ്വിച്ചുകൾ വീതമുള്ള പോയിന്റുകൾ കാണാൻ സാധിക്കും, അവിടെ ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഗിയറിൻ്റെ എല്ലാ പോയിന്റുകളും നമ്മൾ സോൾഡർ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഗിയർ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ആ ക്ലച്ചിന് വേണ്ടിയുള്ള 2 വയർ ഏതെങ്കിലും ലെഫ്റ്റ് സൈഡിലെ ഏതെങ്കിലും ഒരു സ്വിച്ചിൻ്റെ 2 പോയിന്റുകളിലേക്ക്, അതായത് ഒരു സ്വിച്ചിൻ്റെ 2 പോയിന്റുകളിലേക്ക് നമുക്ക് ഓരോ നീളം കൂടിയ വയറുകൾ സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജോയിസ്റ്റിക്കിലെ വയറിംഗ് കംപ്ലീറ്റ് ആയി. നമ്മൾ 7 ഗിയർ പൊസിഷനിലേക്കുള്ള വയറുകളും സോൾഡർ ചെയ്തു. പിന്നീട് ക്ലച്ചിന് വേണ്ട 2 വയറും നമ്മൾ സോൾഡർ ചെയ്തു. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു ക്ലച്ചിനൊരു പെഡൽ ഉണ്ടാക്കണം. ക്ലച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ 2 പീസ് പ്ലൈവുഡ് വേണം നമുക്ക്. അതോടൊപ്പം തന്നെ നമുക്കൊരു വിജാഗിരി, അതായത് ഒരു ഹിഞ്ചും കൂടി വേണം. ഇനി നമുക്ക് ആ ഒരു പ്ലൈവുഡ് പീസിന്റെ നടുക്കായിട്ട് ഒരു റീഫില്ലർ ഇരിക്കുന്ന രീതിയിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ റീഫില്ലർ ആ ഒരു ഹോളിലേക്ക് ഇറക്കി വെച്ച് ഒരല്പം പശ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്പ്രിങ് വേണം. ഈ ഒരു സ്പ്രിങ് നമുക്ക് ഈ റീഫില്ലറിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച ശേഷം ഒരല്പം റീഫില്ലർ അധികം ഇട്ട് നമുക്ക് ആ റീഫില്ലറിന്റെ ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത്തരത്തിലാണ് നമ്മുടെ ക്ലച്ച് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ആ വിജാഗിരി നമ്മുടെ പ്ലൈവുഡിന്റെ ഒരറ്റത്തേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റീഫില്ലറും സ്പ്രിങ്ങും വെച്ച് ആ ഒരു പീസ് പ്ലൈവുഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2 ചെറിയ പീസ് തടി കഷ്ണങ്ങൾ വേണം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ പീസ് പ്ലൈവുഡിന്റെ നടുക്ക് ഒരു ഹോളും ഇട്ട് നമുക്ക് എടുക്കണം. ആ ഹോൾ നമ്മുടെ ആ ഒരു റീഫില്ലർ കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു ഹോളായിരിക്കണം. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആദ്യം എടുത്ത 2 ചെറിയ പീസ് തടിയും നമ്മുടെ ആ പ്ലൈവുഡിന്റെ ബേസിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ആ സ്പ്രിങ് ആ റീഫില്ലറിലേക്ക് ഇട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ആ ചെറിയ പ്ലൈവുഡിന്റെ പീസാണ് നമുക്ക് ആ റീഫില്ലറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ആ തടിയുടെ പീസ്, അതായത് ആ പ്ലൈവുഡിന്റെ പീസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്ലച്ചിന്റെ പാതി വർക്ക് ഫിനിഷ് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലച്ച് കറക്റ്റ് പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്കിതിന് സ്വിച്ചാണ് വേണ്ടത്. അപ്പോൾ സ്വിച്ചിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ പുഷ് സ്വിച്ചുകൾ ഉപയോഗിക്കാം. പക്ഷെ അതൊരു പെർഫെക്ഷൻ കാണില്ല. കാര്യം ചെറിയൊരു മൂവ്മെന്റ് ഈ പുഷ് സ്വിച്ചുകൾ ഐഡന്റിഫൈ ചെയ്യത്തുള്ളൂ.
അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ലിമിറ്റ് സ്വിച്ചുകൾ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ഇത്തരത്തിലുള്ള സ്വിച്ചാണ് പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലോക്ക്ഡൗൺ കഴിഞ്ഞ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്ക്രൂവും ഒരു ചെറിയ പീസ് മെറ്റൽ കഷ്ണവും നമുക്ക് വേണം. ഇനി ആ സ്ക്രൂ നമ്മുടെ റീഫില്ലറിൻ്റെ ആ ഒരു എൻഡിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് കയറ്റി വെച്ച് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ മെറ്റൽ പീസ് ഒരു ചെറിയ തടി പീസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത റീഫില്ലറിൻ്റെ താഴായിട്ട് നമുക്ക് ഈ ഒരു മെറ്റൽ പീസ് ഒട്ടിച്ചു കൊടുക്കാം. ഇതും നല്ലൊരു വഴിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യുന്നത്. നമ്മൾ ആ ക്ലച്ചിന് വേണ്ടി കണക്ട് ചെയ്ത 2 വയറിൽ ഒരു വയർ ഈ സ്ക്രൂയിലേക്കും ഒരു വയർ ഈ മെറ്റൽ പീസിലേക്ക് സോൾഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലച്ചിൻ്റെ ജോലി ഫിനിഷ് ആവും. ഞാനിവിടെ നേരത്തെ നിങ്ങളെ കാണിച്ച ഒരു ലിമിറ്റ് സ്വിച്ചാണ് ഞാനിവിടെ എൻ്റെ ക്ലച്ചിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ റീഫില്ലറിൻ്റെ താഴായിട്ട് നമുക്ക് ആ ഒരു സ്വിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച ശേഷം ഒരു ചെറിയ ബലത്തിന് വേണ്ടി ഞാൻ ചെറിയൊരു പീസ് തടിയും കൊണ്ടൊന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ക്ലച്ചിന് വേണ്ടി കണക്ട് ചെയ്ത 2 വയറുകളും ഈ 2 സ്വിച്ചിൻ്റെ ലീഡുകളിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. സോൾഡർ ചെയ്ത ശേഷം ഞാൻ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻസുലേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗിയറിൻ്റെയും ക്ലച്ചിൻ്റെയും വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. സെറ്റപ്പ് ചെയ്യുന്നതായിട്ട് ആദ്യം നിങ്ങൾ ആ ജോയിസ്റ്റിക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ശേഷം യൂറോട്രക്ക് സിമുലേറ്റർ 2 നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. പ്രൊഫൈലിൽ കയറി കഴിയുമ്പോൾ ഏറ്റവും താഴെ ഓപ്ഷൻസ് എന്ന് നമുക്കൊരു സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ കൺട്രോൾസ് എന്നൊരു മെനു കാണാൻ സാധിക്കും. അതിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കൺട്രോൾസിൽ പോയ ശേഷം ഏറ്റവും മുകളിൽ നമ്മുടെ ഏതൊക്കെ ഡിവൈസ് ആണെന്നൊരു ഓപ്ഷൻ കാണും. അവിടെ കീബോർഡ് പ്ലസ് USB ഗെയിം പാഡ് എന്ന് കിടക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ ഇൻപുട്ട് വിസാർഡ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു മെനു ഓപ്പൺ ആവുന്നതായിരിക്കും. അവിടെ നമ്മൾ കൺട്രോളേഴ്സ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗെയിം പാഡ് ഓർ ജോയ്സ്റ്റിക് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഏറ്റവും താഴെ H ഷിഫ്റ്റർ എന്നാണ്, അതായത് നമ്മുടെ ഗിയർ ബോക്സ് ആണ് H ഷിഫ്റ്റർ എന്ന് പറയുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 3 ഓപ്ഷൻ കാണും. റേഞ്ച് സ്പ്ലിറ്റർ, കസ്റ്റം റേഞ്ച് സ്പ്ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 മുതൽ 12 വരെയുള്ള ഗിയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്ററിലേ നമുക്ക് പറ്റുള്ളൂ. അല്ല നിങ്ങളൊരു എക്സ്ട്രാ സ്വിച്ചും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേഞ്ച് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്പ്ലിറ്ററാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ 6 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ടാക്കിയാണ് നമ്മൾ സ്പ്ലിറ്ററാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്ലിറ്ററിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇവിടെ സ്റ്റിയറിംഗ്, ആക്സിലറേറ്റർ, ബ്രേക്ക് അങ്ങനെ ഒരുപാട് ആക്സസ് എന്ന് കാണും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട. അതിന് താഴെ ക്ലച്ച് ആക്സസ് എന്ന് കാണും. N/A എന്ന് എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ക്ലച്ചിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലച്ച് അവിടെ റീഡ് ആവുന്നത് കാണാൻ സാധിക്കും. ജോയി X ആക്സസ് എന്ന് പറഞ്ഞ്. ഇനി താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയാണ് നമ്മൾ നമ്മുടെ ഗിയർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഷിഫ്റ്റർ പൊസിഷൻ റിവേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഗിയർ ബോക്സിൽ റിവേഴ്സ് ഗിയർ ഇടുക. അതിനുശേഷം ഷിഫ്റ്റർ പൊസിഷൻ 1ൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഗിയർ ബോക്സിൽ ഫസ്റ്റ് ഗിയർ ഇടുക. അതിനുശേഷം സെക്കൻഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഗിയർ ബോക്സിൽ സെക്കൻഡ് ഗിയർ ഇടുക. അങ്ങനെ റിവേഴ്സ് മുതൽ 6ാമത്തെ ഗിയർ വരെ ഇതേ പാറ്റേണിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഏറ്റവും താഴെ ഷിഫ്റ്റർ ടോഗിളിൽ നിന്ന് 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്വിച്ച് നിങ്ങൾ എക്സ്ട്രാ വെക്കുന്നുണ്ടെങ്കിൽ, അതായത് 12 സ്പീഡ് ഗിയർ ബോക്സിന് വേണ്ടിയുള്ള സെറ്റിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്വിച്ചും കൂടെ അവിടെ എനേബിൾ ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കറക്റ്റായിട്ട് ഇവിടെ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സ്റ്റിയറിംഗ് ഇപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് ഗെയിം കളിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൗണിനൊക്കെ ശേഷം സ്റ്റിയറിംഗ് ഫുള്ള് ചെയ്ത ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു കോക്ക്പിറ്റ്, അതായത് ഒരു വണ്ടിയുടെ മുൻവശം പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി പ്രോജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.